പറയാൻ പോകുന്നത് കർക്കിടക വാവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. പുരാണങ്ങളിൽ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറയുന്നു, ഞാനും നീയും പല ജന്മങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. എനിക്കതെല്ലാം ഓർമ്മയുണ്ട്. എന്നാൽ നിനക്കതൊന്നും ഓർമ്മയില്ല. എല്ലാ ശാർദങ്ങളും എല്ലാ വാവുകളും നോറ്റുകൊണ്ട് നീ നല്ല രീതിയിൽ പൃഥുകർമ്മങ്ങൾ ചെയ്താൽ നിൻ്റെ സന്തതി പരമ്പരകൾക്ക് വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്നതും നിൻ്റെ എല്ലാവിധ പാപങ്ങൾ തീരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ നീ എപ്പോഴും പൃഥുകർമ്മങ്ങൾ ശരിയായ വിധത്തിൽ നിർവഹിക്കുക. തലേ ദിവസം തന്നെ നോൽമ്പെടുത്തുകൊണ്ട് ഒരു നേരത്തെ അന്നം കഴിച്ചുകൊണ്ട് നീ പൃഥുക്കളുടെ കർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിക്കുക. കർക്കിടക വാവ് ദിവസം എല്ലാവരും എണ്ണ തേച്ച് കുളിക്കാതെയും മദ്യപാനം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതെയും മിതമായ ഭക്ഷണം കഴിച്ചുകൊണ്ടും ഈശ്വര സാക്ഷാത്കാരത്തിനായി ശ്രമിക്കുക. യഥാവിധി ശാർദം നല്ല രീതിയിൽ നടത്തിയാൽ നിങ്ങളുടെ എല്ലാവിധ പാപങ്ങൾ തീരുന്നതിനും നിങ്ങളുടെ പൃഥുക്കൾക്ക് മോക്ഷം വരെ ലഭിക്കാവുന്ന കർമ്മമാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും യഥാവിധി നിർവഹിക്കുക. കൂടാതെ മനുഷ്യരുടെ ഒരു വർഷം പൃഥുക്കളുടെ ഒരു ദിവസമാണ്. മനുഷ്യ വർഷത്തിൽ ഉത്തരായനവും ദക്ഷിണായനവും രണ്ടായി വിഭജിച്ചിരിക്കുന്നു. ഉത്തരായനം ദേവന്മാരുടെ പകലും ദക്ഷിണായനം രാത്രിയുമാണ്. പൃഥുക്കൾക്ക് ദക്ഷിണായനം പകലും ഉത്തരായനം രാത്രിയുമാണ്. കർക്കിടക മാസത്തിൽ ദിവസം ആരംഭിക്കുന്ന പൃഥുക്കൾക്ക് ശ്രാവണ ശാർദത്തിലൂടെ എല്ലാവിധ മുക്തിയും ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ബലികർമ്മങ്ങൾ യഥാവിധി നിർവഹിച്ചുകൊണ്ട് തങ്ങളുടെ എല്ലാവിധ പൃഥുക്കൾക്കും മോക്ഷം ലഭിക്കാനായി ഭഗവാനോട് പ്രാർത്ഥിക്കുക. തിരുനെല്ലി ക്ഷേത്രം, തിരുനാവായ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചുകൊണ്ടും ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കാനായി പ്രാർത്ഥിക്കുക. ഈ കർക്കിടക വാവ് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ചിട്ടയോടും വൃത്തിയോടും കൂടി ഈ കർക്കിടക വാവ് നോൽക്കുകയും ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കാനായി പ്രാർത്ഥിക്കുക. സർവരുടെയും സർവ ആഗ്രഹങ്ങളും ഭഗവാൻ നിറവേറ്റിത്തരുന്നതാണ്. എല്ലാവരും ഇതേ വിധത്തിൽ ചെയ്തുകൊണ്ട് ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾക്കായി പ്രാർത്ഥിക്കുക. സർവർക്കും സർവമംഗളങ്ങളും ഉണ്ടാവട്ടെ.